നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പാക്ക് ആണ് കേട്ടോ ഇത്. ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 21. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു സോറി ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇന്നലെ വരേണ്ട വീഡിയോ ആയിരുന്നു. നമ്മുടെ ചലഞ്ചിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ചലഞ്ചിൽ ഗ്യാപ്പ് വരുത്തരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു പണി കിട്ടിയതാണ് കേട്ടോ, ഫുഡ് പോയ്സൺ ആയതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരിയെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചലഞ്ച് മുടക്കൂലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടെങ്കിലും ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇന്ന് നമുക്ക് പ്രോട്ടീൻ പാക്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പാക്കാണ് കേട്ടോ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചലഞ്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ചലഞ്ച് ബ്രേക്ക് ആവരുത്. അവർക്ക് ഇപ്പോൾ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കേണ്ട പാക്കാകുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എളുപ്പമുള്ള പാക്കാകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാക്കാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ചലഞ്ച് എന്തായാലും ബ്രേക്ക് ആവില്ല. എനിക്ക് ഒരു ദിവസം ഗ്യാപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടീൻ പാക്ക് ഇന്ന് ചെയ്തു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ പ്രോട്ടീൻ പാക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. എപ്പോഴും പ്രോട്ടീൻ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് ചെറിയ മുട്ടയായതുകൊണ്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുട്ട മൊത്തമായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, മുട്ടയുടെ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും മുട്ട ചേർക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് മഞ്ഞ ചേർക്കാത്തതെന്നുള്ളത്. ഞാൻ പറയലുള്ളതാണ്, നമുക്ക് സ്മെല്ലാവുന്നതുകൊണ്ടാണ് കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രമാകുമ്പോൾ നമുക്ക് മുടിക്ക് അങ്ങനെ സ്മെല്ല് വരില്ല, മഞ്ഞ വന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരും. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നത്. അപ്പോൾ ഞാനിത് 2 മുട്ടയുടെ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിപ്പുള്ള കട്ട തൈരൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് തൈര് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ തന്നെ ഒരു 3 സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും തൈരും തമ്മിൽ മിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഞാനിതായത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ച് പതപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ ചെറിയ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെങ്കിൽ കൂടി അതും കൂടി ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് കുറച്ചൊരു ലിക്വിഡ് ഫോമിലാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പാക്കാണ് ഇത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ ഓയിലൊന്നും തേക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പാക്കിൽ എന്തായാലും തൈര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഓയിൽ ഞാൻ തേക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഡ്രൈ ഹെയർകാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഷാമ്പു ആയിരുന്നു നമ്മൾ മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ രീതിയിൽ വരൾച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു ഓയിലി ഫീലാണ് മുടിക്കുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്ത് മൊത്തമാവും. അപ്പോൾ നമുക്ക് മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ പാക്കും തേക്കുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. മുടിയിൽ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലേക്ക് വന്നോളൂ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുടി ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കാൻ പറ്റുമെങ്കിൽ 15 മിനിറ്റ് നേരം വെക്കാം. എന്നിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എനിക്ക് വയ്യ, പിന്നെ നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ നമ്മൾ കഴുകുന്നത്, വെറുതെ വെള്ളത്തിലാണ് കഴുകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നന്നായിട്ട് തേച്ച് ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സമയം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ. വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ ഞാനിത് ആ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയിൽ തേക്കണം നിർബന്ധമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിൽ തേക്കുമ്പോൾ എന്തായാലും മുടിയിലേക്ക് വന്നോളൂല്ലോ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ കഴുകേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ പ്രോട്ടീൻ പാക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചലഞ്ച് ചെയ്യുന്നവർ ഇന്നത്തെ ദിവസം ചെയ്യുക. ചലഞ്ച് ചെയ്യാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു പ്രോട്ടീൻ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ചലഞ്ചിലെ 21ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ 22ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.